ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ പേര് ജോസ് എന്നാണ്. ഞാൻ ഇൻഷുറൻസ് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ഒരു 25 വർഷമായിട്ട് എയർലൈൻ ഇൻഡസ്ട്രിയിലായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വന്നു. അങ്ങനെ ഞാനിപ്പോൾ ഇൻഷുറൻസിൻ്റെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്. ഇതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇത്രയും നല്ലൊരു മണി നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നതും അല്ലെങ്കിൽ വെൽത്ത് ക്രിയേഷനൊക്കെ ആയിട്ടുള്ള ഒരു സംഭവമാണെന്ന് മനസ്സിലായത്. സാധാരണ നമുക്കൊക്കെ ഉള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊക്കെ മിഡിൽ ഈസ്റ്റിലായിരുന്നപ്പോൾ നാട്ടിൽ പോകുമ്പോൾ LIC ഏജൻറ്റും പിയർലെസ് ഏജൻറ്റും ഒക്കെ വരും. അപ്പോൾ അപ്പച്ചനും അമ്മയും പറയും, മോനെ അതൊന്നും ചേട്ടണ്ടാട്ടോ എന്നൊക്കെ പറയും. പിന്നെ എത്ര നല്ല പരിപാടിയാണെങ്കിലും എത്ര നല്ല പ്ലാനാണെന്നുണ്ടെങ്കിലും നമ്മളതിൽ കൂടുതൽ തിങ്ക് ചെയ്യാറില്ല. പക്ഷെ ഞാൻ എൻ്റെ പാരൻസിനെ കുറ്റം പറയുകയല്ല, പക്ഷെ അവർ ആ ഒരു പൈസ കളയണ്ട എന്നുള്ള ഓപ്ഷനിലാണ്. പക്ഷെ നമ്മൾ അതൊക്കെയും ചെയ്തിരുന്നെങ്കിൽ നമുക്കുണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിസിപ്ലിൻ ഓഫ് സേവിങ്സ് ഉണ്ടായിരുന്നത്. ആ ഡിസിപ്ലിൻ ഓഫ് സേവിങ്സ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്കൊരു വെൽത്ത് ക്രിയേഷൻ പറ്റിയായിരുന്നു. എനിവേ, ദൈവാനുഗ്രഹത്തിൽ ഇവിടെ വന്ന് ഞാൻ ഇങ്ങനെ ഫീൽഡിൽ വന്ന് വർക്ക് ചെയ്തു. ഇവിടുത്തെ ഇതിനകത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈഫ് ഇൻഷുറൻസിൽ വരുമ്പോൾ ഒത്തിരി നമ്മുടെ ഇവിടുത്തെ സിക്ക് ലീവോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും ഒരു അസുഖമായിട്ട് എന്തെങ്കിലും മേജർ അസുഖമായിട്ട് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യമാണ്. നമ്മുടെ ഫാമിലീനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യമാണ്. ഇപ്പോൾ ഒന്നെങ്കിൽ വൈഫിൻ്റെ സാലറിയിലായിരിക്കും നമ്മുടെ വീട്ടിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നത്, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ സാലറിയിലായിരിക്കാം. അപ്പോൾ ഒരു സ്പൗസിന് ഒരാളുടെ സാലറി എങ്ങാനും സ്റ്റോപ്പായിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ മോർഗേജ് പേയ്മെൻറ്റും കാറിൻ്റെ പേയ്മെൻറ്റും ഒക്കെ അടയ്ക്കാൻ പറ്റുന്നത്? ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ഞാൻ ആ ഒരു കൺസെപ്റ്റാണ് എടുത്തത്. കാരണം മക്കളുടെ വിദ്യാഭ്യാസം, മറ്റുള്ള എല്ലാ കാര്യങ്ങളും അത് നമ്മൾ അത് തിങ്ക് ചെയ്യേണ്ടത് ഒരു ആവശ്യമാണ്. കാരണം അവരുടെ പ്രൊട്ടക്ഷനും ഒക്കെ നമ്മളാണ് നിൽക്കുന്നുണ്ട്. കാര്യം ശരിയാണ്, ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഞാനും വിശ്വസിക്കുന്നു. ദൈവം നമ്മളെ കാത്തുകൊള്ളൂ, അതൊക്കെ ശരിയാണ്. പക്ഷെ വിവേകമായിട്ട് ചിന്തിക്കാനും പറഞ്ഞിട്ടുണ്ട്. ബൈബിളിൽ പറയുന്ന പോലെ 10 കന്യകളുടെ ഉപമ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് എണ്ണയൊക്കെ കൂട്ടിവെക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും നമ്മുടെ സേവിങ്സിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും ഒക്കെ ആയിട്ടുള്ള രീതിയിൽ സൂക്ഷിച്ചു വെക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ പേടിച്ച് പോകരുത്. കാരണം ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് മരിച്ചു കഴിഞ്ഞിട്ട് ആ പൈസ കെട്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. ഇവിടെ ലിവിങ് ബെനിഫിറ്റ്സ് എന്നുള്ളതുണ്ട്. ലിവിങ് ബെനിഫിറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്രിട്ടിക്കൽനെസ്സോ ക്രോണിക്കൽനെസ്സോ ടെർമിനൽനെസ്സോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു മേജർ അസുഖമായിട്ട് നമുക്ക് പോകാമെന്നുണ്ടെങ്കിൽ അതിന് പെർസെൻറ്റേജ് അനുസരിച്ച് നമുക്ക് ഈ ഫേസ് എമൗണ്ടിൽ നിന്ന് നമുക്ക് അത് പൈസ വാങ്ങിച്ച് നമ്മുടെ കാര്യങ്ങൾ നടത്താൻ പറ്റും. വേണമെങ്കിൽ മോർഗേജ് പേയ്മെൻറ്റ് നടത്താനോ അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങൾ നടത്താനോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ചെയ്യാൻ പറ്റും. അതാണ് ലിവിങ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്കൊരു ഇതൊരു എക്സ്പെൻസ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഡോണ്ട് വറി, ഇവിടെ അങ്ങനെയാണെന്നില്ല. എക്സ്പെൻസ് പോലെയല്ല. ഇവിടെ നമുക്ക് അടയ്ക്കുന്ന പൈസ തന്നെ നമുക്ക് അവസാനം തിരിച്ച് 10 വർഷത്തേക്കോ 20 വർഷത്തേക്കോ 30 വർഷത്തേക്കാണെന്നുണ്ടെങ്കിൽ ടേമാണ് എടുക്കുന്നുണ്ടെങ്കിൽ അത് ആ ടൈം പീരീഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചെടുക്കാനുള്ള ഒരു ഓപ്ഷൻസും ഉണ്ട്. അതായത് റിട്ടേൺ ഓഫ് പ്രീമിയം എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ അടയ്ക്കുന്ന പൈസ എത്രയാണോ അത് തന്നെ തിരിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് വെൽത്ത് ക്രിയേഷനും റിട്ടയർമെൻറ്റ് സേവിങ്സുമാണ്. അതൊരു അമേസിങ് പ്ലാറ്റ്ഫോമാണ്, ഒരു പ്ലാനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളൊരു 500 രൂപയൊക്കെ സേവ് ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മുടെ ഇൻകത്തിൻ്റെ 10% 20% നമ്മൾ സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ടോട്ടൽ ഇൻകത്തിൻ്റെ അത് സേവ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു 10-15 വർഷം 20 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ അത് റിട്ടയർമെൻറ്റ് ഇൻകം പോലെ, അതായത് 10,000 20,000 എവറി ഇയറിൽ നമുക്ക് കിട്ടുന്ന രീതി പോലെ നമുക്ക് അണ്ടിൽ അവർ ലൈഫ് എൻഡ് വരെ നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ 20 വർഷമോ അല്ലെങ്കിൽ 30 വർഷമോ എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയം വരെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അതായത് നല്ലൊരു വെൽത്ത് ക്രിയേഷനാണ്. ഇപ്പോൾ എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഒരു വെൽത്തൊക്കെ നല്ലതായിട്ട് ക്രിയേറ്റ് ചെയ്യണമെന്ന്. പക്ഷെ അത് പറ്റില്ല നമുക്ക്. ഇപ്പോൾ 500 രൂപ വീതം നമ്മൾ മാസം സേവ് ചെയ്യുകയാണെങ്കിൽ 20 വർഷം കൊണ്ട് നമ്മൾ എത്രയാണ് സേവ് ചെയ്യുന്നത്? നിയർലി 120,000 സേവ് ചെയ്യുന്നത്. എന്നാൽ അതിന് നമുക്ക് കിട്ടുന്നത് എന്താണ്? റിട്ടേൺ കിട്ടുന്നതാണ് നിയർലി 500,000 കിട്ടുന്നത്. അത്രയും വലിയൊരു മാസ്സായിട്ടുള്ള എമൗണ്ടാണ് നമുക്ക് നമ്മുടെ ഫാമിലിയിലേക്ക് വന്നു തരുന്നത്. അതായത് വെൽത്തി ആക്കുന്ന സിറ്റുവേഷനാണ് നമ്മുടെ ഫാമിലിനെ. പിന്നെ വരുന്നത് ഇൻഡെക്സിനാണ്. ഇൻഡെക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം മാർക്കറ്റിൻ്റെ വേരിയേഷൻ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും താഴെ പോവാം. പക്ഷേ ഇൻഡെക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഗ്രോത്ത് ഉള്ളപ്പോഴൊക്കെ ഗ്രോത്ത് തരും. ഡൗൺ ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പൈസ അവിടെ കിടക്കുകയാണ്. സോ അവർ ഗ്യാരണ്ടി ചെയ്യാണ് നമ്മുടെ പൈസ നെവർ ഗോസ് ഡൗൺ എന്ന് ഗ്യാരണ്ടി ചെയ്യാണ്.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. അവർ മണി ഈസ് പ്രൊട്ടക്റ്റഡ്. പിന്നെ ഇൻകം റൈഡർ, അതെല്ലാം പുതിയ പുതിയ കാര്യങ്ങളാണ്. ഇൻകം റൈഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നമ്മുടെ ലൈഫ് എൻഡ് വരെ ഒരു പർട്ടിക്കുലർ എമൗണ്ട് നമുക്ക് വീട്ടിലേക്ക് കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു 100,000 ഉണ്ടെന്ന് വയ്ക്കുക, ഒരു 10,000 രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ 10,000 രൂപ വർഷം എടുത്തിട്ടുണ്ടെങ്കിൽ 10 വർഷം കൊണ്ട് അത് തീരും. പക്ഷേ ഇൻകം റൈഡർ ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തീർന്നു കഴിഞ്ഞാലും ദ കമ്പനി ഹാസ് ടു ഗീവ് ടു അസ് ദ സെയിം എമൗണ്ട് അണ്ടിൽ അവർ ലൈഫ് എൻഡ് വരെ. അങ്ങനത്തെ പല പല ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് അറിയില്ലാത്ത കാര്യങ്ങൾ ഫൈനാൻഷ്യൽ കാര്യങ്ങളാണ്. ഞാനിതെല്ലാം പുതുതായിട്ട് പഠിച്ചതാണ് ഇതൊക്കെ. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്. അപ്പോൾ അതിന് പിന്നെ വരുന്നത് ആന്വിറ്റീസ്. ഇവിടെ പ്രായം കഴിഞ്ഞിട്ടുള്ള ആൾക്കാരെല്ലാവരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ 401-ലുണ്ടാകുന്ന പൈസയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബാങ്കിലേക്ക് വേറെ എവിടെയെങ്കിലും ചെയ്യുന്നത്, അല്ലെങ്കിൽ മക്കൾക്ക് കൊടുക്കുക ചെയ്യുന്നത്. അതിന് പകരമായിട്ട് ആന്വിറ്റീസ് എന്ന് പറഞ്ഞൊരു ഇതിലേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ സ്ട്രേറ്റ് അവേ ഒരു 10% 20% ബോണസ് തരും. അതുമല്ല, നമുക്ക് ഈ പറഞ്ഞ പോലെ ലൈഫ് ടൈം ഇൻകം റൈഡറും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ ഏറ്റവും പറഞ്ഞ പോലെ വെൽത്ത് ക്രിയേഷൻ, IUL എന്നുള്ള പ്രോഡക്റ്റാണ് വെൽത്ത് ക്രിയേഷൻ ആൻഡ് ഇൻഡെക്സ് വെൽത്ത് ക്രിയേഷൻ എന്നുള്ളത്. അതിൽ ഇത്രയും വലിയ ഗ്രോത്തും ഇത്രയും വലിയ മാസീവായിട്ടുള്ള വെൽത്തുമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സാധാരണ ഞാനിപ്പോൾ കുറേ ഫാമിലീസിൽ ചെയ്തു, അവർ ഒട്ടുമിക്ക ഫാമിലീസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹസ്ബൻഡും വൈഫും ജോലി ചെയ്ത് എക്സ്ട്രാ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ മേ ബി പേയിങ് എക്സ്ട്രാ ടുവേഴ്സ് ദ വീടിന് പൈസ കൊടുക്കായിരിക്കും ചെയ്യുന്നത്, എക്സ്ട്രാ പേയ്മെൻറ്റ് ഇട്ട് കൊടുക്കായിരിക്കും ചെയ്യുന്നത്. പെട്ടെന്ന് ഇറക്കി ഒരു 30 വർഷത്തെ ഇതാണല്ലോ അതടക്കി. പക്ഷെ ഞാനൊന്ന് പറഞ്ഞിട്ട് 30 വർഷം കൊണ്ട് നമ്മൾ 3% 4% ഇൻട്രസ്റ്റിനാണ് നമ്മൾ കൂടുതൽ കൺസേൺ ചെയ്യുന്നത്. യെസ്, 10-15 വർഷം കഴിയുമ്പോഴത്തേക്കും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൊണ്ട് ഡബിൾ ആവും. പക്ഷേ 5% 3% വീടിൻ്റെ ഇൻട്രസ്റ്റ് എടുക്കുന്നത്. നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ IUL വന്നിട്ടുണ്ടെങ്കിൽ അപ് ടു ദ മാർക്കറ്റിലായിട്ട് അതായത് 12% വരെ കിട്ടും. അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 20 വർഷത്തിൻ്റെ ആവറേജ് എടുത്തെങ്കിൽ 8% കോമ്പൗണ്ടിലാണ് കിട്ടുന്നത്. അപ്പോൾ 3% വേണോ 8% വേണോ? തിങ്ക് അബൌട്ട് ഇറ്റ്. അപ്പോൾ അങ്ങനത്തെ നല്ല നല്ല വെൽത്ത് ക്രിയേഷൻ ആയിട്ടുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. അത് ആൾക്കാർക്കൊന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ പ്ലാനിലാണ് എക്സൈറ്റ്മെൻ്റ് ആയത്. അതുകൊണ്ടാണ് ഞാൻ എല്ലാവർക്കും ഇതിങ്ങനെ കാണിച്ചു കൊടുക്കുന്നത്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറയില്ല, എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ നമ്പർ 407-232-4223. I repeat, 407-232-4223. ഒരു SMS അയച്ചാൽ മതി, അല്ലെങ്കിൽ വിളിച്ചാൽ മതി. ഐ വിൽ കോൾ യു ബാക്ക്. താങ്ക് യു. എന്തെങ്കിലും ഫ്യൂച്ചർ ഡിസ്കഷൻ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടോക്ക് ടു മീ ആൻഡ് ഐ ആം ഹാപ്പി ടു ഹെൽപ്പ് യു. താങ്ക് യു വെരി മച്ച്.